ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിക്കും ചോറിനും കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഏകദേശം 15 ചെറിയുള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സവാള വളരെ കുറച്ച് മതി. ഇതിൽ കൂടുതലായിട്ട് ചെറിയുള്ളിയാണ് എടുക്കുന്നത്. ചെറിയുള്ളി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കോവക്ക അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊരു പടങ്ങ് വഴറ്റിയെടുത്ത് ക്രിസ്പി ഒന്നും ആക്കണ്ട. ഇതൊരു പകുതി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കോവക്ക കഷ്ണങ്ങളെല്ലാം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി വെന്തുടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുന്നതാണ്. ഇനി ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 നുള്ളു ഉലുവാപ്പൊടിയും ഇനി 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം മൂത്ത് വന്നാൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ഒരു കറിയിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ ഈ ഒരു അരപ്പ് മതിയാവും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും 2 നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 or 3 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇനി ഈ സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. സവാള ആവശ്യത്തിന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണം അതനുസരിച്ചിട്ട് വേണം ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന കോവക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത്
ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും വേവാനില്ല, പകുതിയോളം വെന്തതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 3 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. കോവക്ക കഷ്ണങ്ങൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്നും തേങ്ങ അരക്കുന്നതിന് പകരം ഇതുപോലെ ചില ദിവസങ്ങളിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.